എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമുക്ക് പൊതുവേ ഒരു ലോങ് വീഡിയോ ഞാൻ എടുക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തേയില വെള്ളം കുടിച്ചിട്ടാണ്. എനിക്ക് പാൽ ചായക്കാട്ടിലിഷ്ടം എനിക്ക് തേയില വെള്ളമാണ് കേട്ടോ. അപ്പം നമ്മുടെ പൂച്ചകൾ 3 പേരുണ്ട്. അതിൽ 2 പേര് വന്നിരിപ്പുണ്ട്. അതായത് നമ്മുടെ മീക്കു നമ്മുടെ കുഞ്ഞിനും വന്നിരിപ്പുണ്ട്. അപ്പോൾ അവന്മാരെ നോക്കി ഞാൻ രാവിലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. ദോശയും സാമ്പാറുമായിരുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ പൊന്നൂനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചുട്ടു കൊടുക്കുക കേട്ടോ. പൊന്നൂന് ദോശ അവൾ ഒരെണ്ണയൊക്കെ കഴിക്കത്തുള്ളൂ, ഞാനും ഒരെണ്ണേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നല്ല മുരിച്ച് ചുട്ടു കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ പൊന്നൂന് ദോശ ചുട്ടു റെഡിയാക്കി എല്ലാം കൊടുക്കുക കേട്ടോ. ദോശ ചെറുതായിട്ട് ഇളകി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും കുറച്ചുകൂടി ചൂടാക്കി അവൾക്ക് റെഡിയാക്കി അവൾക്ക് സാമ്പാർ വേണം. കഴിഞ്ഞ ദിവസത്തെ സാമ്പാർ കൂട്ടി അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവൾക്ക് ഇന്ന് ചിക്കൻ കറി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ കറി സാമ്പാറും കൂടെ നമ്മൾ എടുത്തു കൊടുക്കുക. പൊതുവേ ഞായറാഴ്ചകളിൽ എനിക്ക് എപ്പോഴും ഒരു കാമാൻ കോയറ്റായിട്ടിരിക്കാനാണ് ഇഷ്ടം. പുറത്തൊന്നും പോകുന്നതിനേക്കാട്ടിലും വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ പൂ കണ്ടോ, ഇത് എന്തിൻ്റെ പൂവാന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ മത്തങ്ങ കാണിച്ചില്ലേ, ഒരു മത്തൻ, അതിൻ്റെ പൂവാണ്. കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഗുണമുള്ള ഒരു വെജിറ്റബിളായിരുന്നു മത്തൻ പൂവെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറേ പൂവുണ്ടായിരുന്നു. അത് ഞാൻ പിച്ചിക്ക് കൊണ്ടുവന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മത്തൻ പൂ തോരൻ വെക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ അതൊക്കെ തോരനും ഉള്ളിയൊക്കെ ആയിട്ട് അരിഞ്ഞൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞു ഞാനും പൊന്നും കൊണ്ട് ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. ഇടയ്ക്ക് നന്നായിട്ട് വിശന്നു. പിന്നെ നമ്മൾ പടവളങ്ങ ഉണ്ടായിരുന്നു. മത്തമ്പൂ കൊണ്ട് പറ്റത്തില്ലല്ലോ, അത്രയും കുറച്ചല്ലേ ഉള്ളത്. പിന്നെ ഒരു പടവലങ്ങ എടുത്ത് ഞാൻ അരിഞ്ഞ് തോരനായിട്ട് വെച്ചു. എല്ലാം റെഡിയാക്കി തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ അത് അടുപ്പേ വെക്കാനുള്ള ശ്രമത്തിൽ ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ട് താണ്ടെ കടുകൊക്കെ പൊട്ടിച്ചു, മുളക് താളിച്ചു, എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ പടവലങ്ങ തോരൻ, ഇന്നെല്ലാം തോരനായിട്ടാണ് വെക്കുന്നത് കേട്ടോ. തോരനും 2 തോരനാണ്, മെഴുക്കുരട്ടിയൊന്നുമില്ല. അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇത് കടലിലെ ബോട്ടൊക്കെ ഇറക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ ഇറക്കാൻ തുടങ്ങി. ചാകരയുടെ ഒരു ടൈമായി വരുന്നു. അപ്പം മീനൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ കടപ്പുറത്ത് പോയാൽ കൂടുതൽ കിട്ടും. ഇന്നിപ്പം രാവിലെ തന്നെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അയലയും മത്തിയൊക്കെ നല്ല വിലയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. 1 കിലോ മത്തിക്ക് 400 രൂപയ്ക്ക് വരെ നമ്മൾ വാങ്ങിച്ച ഒരു സമയം. ഇത്രയും കടലിൻ്റെ അടുത്ത് കിടന്നിട്ട് പോലും നമുക്ക് അത്രയും വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം 1 കിലോ അയലയ്ക്ക് 100 രൂപയായിട്ടുണ്ട്. രാവിലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മീനിൻ്റെ സെക്ഷൻ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അയല നല്ലപോലെ വെട്ടി വറുത്തു. അതിനുശേഷം നമ്മൾ കുടംപുളി, നമ്മുടെ വീട്ടിലെ തന്നെ കുടംപുളി ഒക്കെ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. സാമ്പാറും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഓക്കെ, ബൈ.